വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത്. അന്ന് സഖാവ് പറഞ്ഞു, തല നരയ്ക്കുകയല്ല എൻ്റെ വൃദ്ധത്വം, തല നരയ്ക്കാത്തതല്ല എൻ്റെ യുവത്വവും, കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണ് എൻ്റെ യൗവനം, തലകുനിക്കാത്തതാണ് എൻ്റെ യൗവനം. ഇഷ്ടായില്ലേ? ഇത് രാഷ്ട്രീയമായിട്ടാണെങ്കിലും പിന്നീട് എല്ലാ കവിതകളിലും സിനിമകളിലും കഥകളിലും ഒരുപാട് ജേണൽസ്, അതിലെല്ലാം ഈ പ്രത്യയശാസ്ത്രം ഇങ്ങനെ മുട്ടുമടക്കാൻ കഴിയില്ല എന്ന പ്രത്യയശാസ്ത്രം പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ 1970കളിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ അന്നത്തെ സിനിമകളിലൊക്കെ ഏതെങ്കിലും ഒരു നടൻ ഇതിന് ഈ ഏതെങ്കിലും ഒരു അഹങ്കാരത്തിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ശക്തമായി പ്രതികരിച്ചാൽ നല്ല കൈയടിയാണെന്ന് തിയേറ്ററിൽ ലഭിച്ചിരുന്നത്. അതിനുദാഹരണമാണ് അങ്ങാടി എന്ന ചിത്രത്തിൽ ആക്ഷൻ ഹീറോ ജയൻ, അന്നത്തെ 70കളിലെ ആക്ഷൻ ഹീറോ ജയൻ ഒരു മുതലാളി വന്ന് തൊഴിലാളികളോട് ധാർഷ്ട്യത്തോടു കൂടി പെരുമാറുകയാണ്. ആ സമയത്ത് തൊഴിലാളി നേതാവായിട്ടുള്ള ജയൻ വന്ന് പറയുകയാണ് ആ മുതലാളിയോട്, What you say? Beggars. Maybe we are poor, coolies, trolley pullers, but we are not beggars. If you dare to say that word once more, I will pull out your bloody tongue. നല്ല കൈയടിയായിരുന്നു അന്ന്. ഇന്നും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് കൈയടിയുണ്ട്. ഇതുപോലെ സിനിമകൾ, കഥകൾ, കവിതകൾ എന്നൊക്കെ പറഞ്ഞു. കവിതകളിൽ നമ്മൾ അകപ്പെട്ടിരിക്കുന്ന കെണികളെക്കുറിച്ച്, വലകളെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിച്ച കവിയാണ് അനിൽ പനച്ചൂരാൻ. വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണു നാം, വഴിവിളക്ക് കണ്ണ് ചിമ്മുമീ വഴിയിലെന്ത് നമ്മൾ പാടണം, വേടനിട്ട കെണിയിൽ വീണു നാം, വേർപ്പെടുന്നു നമ്മളേകരായി, കൂട്ടിലന്ന് പങ്കുവച്ചൊരാ പൊൻകിനാക്കളിനി വിരിയുമോ, വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണു നാം, വഴിവിളക്ക് കണ്ണ് ചിമ്മുമീ. അങ്ങനെ ഓരോ കവികളും നമ്മളെ ഓരോന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. മുരുകൻ കാട്ടാക്കട പക്ഷേ വ്യത്യസ്തമായൊരു ആശയം കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞത്, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. മനുഷ്യനാകണം, മനുഷ്യനാകണം, പ്രണയമേ കലഹമേ, പ്രണയമേ കലഹമേ, പ്രകൃതി സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. മനുഷ്യനാകണം, മനുഷ്യനാകണം. ഈ മനുഷ്യനാവുക എന്നൊരു കോൺസെപ്റ്റിൽ പലർക്കും പല കാഴ്ചപ്പാടുകളാണ്. നമ്മുടെ പ്രിയ കവി ചങ്ങമ്പുഴ 1936 പാടി വെച്ചത് മനുഷ്യത്വം എങ്ങനെ, എവിടെ എന്നുള്ളതിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നൊരു വരികളുണ്ട്. കുറ്റപ്പെടുത്തുവാനില്ലതിൽ നാമെല്ലാം എത്രയായാലും മനുഷ്യരല്ലേ, ഏകാന്ത കാമുക നിന്റെ മനോരഥം ലോകാപവാദത്തിൻ കേന്ദ്രമായി. കുറ്റപ്പെടുത്തുവാനില്ലതിൽ നാമെല്ലാം എത്രയായാലും മനുഷ്യരല്ലേ. എത്രയായാലും നമ്മൾ മനുഷ്യരല്ലേ എന്ന് പറയുമ്പോൾ എല്ലാത്തിലും അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? മനുഷ്യത്വം എന്നതിന്, മനുഷ്യൻ എന്നതിന് ഒരു നാണയം പോലെ രണ്ട് മുകളുണ്ട്. എനിക്കും നിനക്കും ജീവിക്കണം എന്ന് പറയുന്നിടത്ത്, എനിക്കും ജീവിക്കണം നിനക്കും ജീവിക്കണം എന്ന് പറയുന്നിടത്താണ് ആ മനുഷ്യത്വം ഉണ്ടാവുന്നത്. ആ മനുഷ്യത്വം ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി എത്തി കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്താൻ പോവുകയാണ്. അപ്പോൾ ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. കുരീപ്പുഴ ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ തന്നെ ഞാൻ ആ കവിതയുടെ 2 വരികൾ കൂടെ ചെല്ലാം. മനുഷ്യത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്.
നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് ജീവിക്കാം. പക്ഷേ ദുരന്തമുഖങ്ങൾ അതുകൂടെ കാണാനുള്ള, ആ കാഴ്ചകൾ കൂടെ കാണാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണമെന്ന് പറഞ്ഞു വയ്ക്കുന്ന രണ്ടുപേരും കൂടെ ചൊല്ലിക്കൊണ്ട് നിർത്താം. ഫാത്തിമത്തുരുത്തിലൊന്ന് പോകണം, രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം, പൂക്കളോട് പൂക്കളെ തിരക്കണം, രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം, കായലിൽ കിനാവ് കണ്ട് പായുമാ പായൽ മാലയിട്ട കൊപ്പിമീനിനെ പുനിലാവല വിരിച്ചിണക്കുവാൻ ഫാത്തിമത്തുരുത്തിലൊന്ന് പോകണം. രോഗബാധിതർ കിടന്ന് അലറുമാ കൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ ജീവിതൗഷധം നിറച്ച സ്നേഹമേ ഫാത്തിമത്തുരുത്തിലൊന്ന് പോകണം. രോഗബാധിതർ കിടന്ന് കരയുന്ന, അലമുറയിടുന്ന ആ കൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ ആവശ്യമായ ജീവിതത്തിൻ്റെ ഔഷധത്തിൻ്റെ പേരാണ് സ്നേഹം. സ്നേഹം മാത്രം. കുഞ്ഞലി മാഷ് പറഞ്ഞ രണ്ടുപേരെയും കൂടി ചൊല്ലിക്കൊണ്ട് നിർത്താം. അദ്ദേഹം പറഞ്ഞു, മാഷിന്റെ ശബ്ദത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് നിർത്താം. വലിയ ലോകം നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ, സ്വയം നന്നാവുക, സ്വയം നന്നാവുക, സ്വയം നന്നാവട്ടെ എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവരെ, പാട്ടും